സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈം വാല്യൂ ഓഫ് മണി. അതായത് സമയത്തിന് ഒരു പൈസ കണക്കാക്കുന്ന സമയത്ത് ഒരു മൂല്യം കണക്കാക്കുമ്പോൾ സമയത്തിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദ യൂസ് ഓഫ് മണി ഓവർ ടൈം ആസ് എ റിസൾട്ട് ഓഫ് investment and reinvestment. It means that the worth of a rupee received today is different from the worth of a rupee to be received in future. In short, time value of money refers to change in value of money with change in time. സമയം മാറുന്നതിനനുസരിച്ച് പണത്തിൻ്റെ മൂല്യത്തിലും വ്യത്യാസം വരും എന്നുള്ളതാണ് ടൈം വാല്യൂ ഓഫ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു പൈസ എത്ര രൂപയായിക്കോട്ടെ, അതിൻ്റെ മൂല്യവും നാളെ നമുക്ക് ഇതേ പൈസ കിട്ടുമ്പോൾ അന്നത്തെ അതിൻ്റെ മൂല്യവും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് 5 സാധനങ്ങൾ വാങ്ങിയിരുന്നൊരു കാലത്ത് അതേ 100 രൂപ ഇന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ 5 സാധനം വാങ്ങാൻ പറ്റില്ല. പകരം അതിലൊരു സാധനം മാത്രമാണ് വാങ്ങാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? ആ രൂപയുടെ മൂല്യത്തിൽ കാലങ്ങൾ മാറിയപ്പോൾ നമ്മുടെ വർഷങ്ങൾ മാറിയപ്പോൾ മൂല്യത്തിൽ വന്ന വ്യത്യാസത്തിനെയാണ് അത് കാണിക്കുന്നത്. അതിനെ തന്നെയാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു 1000 രൂപയുടെ വിലയല്ല അത് 10 വർഷം കഴിഞ്ഞ് ഒരു 1000 നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിനനുസരിച്ചുകൊണ്ട് പൈസയുടെ മൂല്യത്തിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റിൽ പറയുന്നത് റീസൺ ഫോർ ടൈം വാല്യൂ ഓഫ് മണി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമയത്തിൻ്റെ ബേസിസിൽ നമുക്ക് പറയുമ്പം പണത്തിൻ്റെ മൂല്യത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം? ഒന്ന്, അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. മണി നൗ ഈസ് സർട്ടൻ. പൈസ എന്ന് പറയുന്നത് എന്താ? അത് സർട്ടൻ ആണ്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും തൊടാനും സാധിക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ മണി റിസീവബിൾ ടുമോറോ ഈസ് അൺസർട്ടൻ. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന 1 രൂപ എന്ന് പറയുന്നത് അതിനൊരു മൂല്യമുണ്ട്. അത് നമുക്ക് കയ്യിലുള്ള ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നാളെ നമ്മൾ റിസീവ് ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്ന ആ തുക എന്ന് പറയുന്നത് അത് അൺസർട്ടൻ ആണ്. ദ പാർട്ടി ഹു ഹാസ് ടു മേക്ക് പേയ്മെൻറ്റ് മേ ബിക്കം ഇൻസോൾവെൻറ്റ് ഓർ മെ നോട്ട് സർവൈവ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ദസ് ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൻ ആൻഡ് റിസ്കി. പൈസയുടെ മൂല്യത്തിൽ ആ ഒരു സമയത്തിനനുസരിച്ചുള്ള വ്യത്യാസം വരാനുള്ള കാരണം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു 10,000 രൂപ നമ്മുടേതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് സേഫാണ്. പക്ഷെ നമ്മൾ കടം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഇൻസോൾവെൻ്റ് ആവുന്ന പക്ഷം നമുക്ക് ആ പൈസ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും, റിസ്ക് ഉണ്ടായിരിക്കും. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ. ഇനി നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്, ഇപ്പം നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യം നിറവേറ്റാനുള്ള പണം ഇപ്പോഴാണ് വേണ്ടത്. അപ്പോൾ അതിന് പ്രസൻറ്റ് കൺസംഷൻ എന്താണോ അതിനാണ് നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക. ആവശ്യം കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതേ എമൗണ്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനൊരു വാല്യൂ അപ്പം അതേ വാല്യൂ പറയാൻ പറ്റില്ല. ആൻഡ് ഇൻഡിവിജ്വൽ ജനറലി പ്രിഫർ കറണ്ട് കൺസംഷൻ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്താണ് അത് ഉപയോഗപ്പെടേണ്ടത്. ദ പ്രോമിസ് ഓഫ് എ ബൗൾ ഓഫ് റൈസ് നെക്സ്റ്റ് വീക്ക് കൗണ്ട്സ് ഫോർ ലിറ്റിൽ ടു ദ സ്റ്റാർവിങ് മാൻ. കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ വിശന്ന് വലഞ്ഞൊരു മനുഷ്യന് നമ്മൾ പറയുകയാണ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു ബൗൾ അരി തരാമെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഒരു കൺസംഷൻ അതിനാണ് പ്രിഫറൻസ് കൂടുതൽ. ഓരോ കുട്ടി, ഈവൺ എ ചൈൽഡ് വോൺസ് ഐസ്ക്രീം ടുഡേ റാദർ ദാൻ ടുമോറോ. ഒരു കുട്ടി നമ്മളോട് പറയുകയാണ് ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പിന്നീട് അത് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല, അല്ലെങ്കിൽ തോന്നിയാൽ തന്നെ ആ ഒരു ആവശ്യം അന്ന് ഫീൽ ചെയ്തോളുന്നില്ല. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. പൈസ എപ്പോഴും നമുക്ക് ഇന്ന് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമുക്ക് അതിലൂടെ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതേസമയം മണി റിസീവബിൾ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമുക്ക് എപ്പോഴോ കിട്ടാൻ പോകുന്ന ഒരു പണമാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്ന മോർ പർച്ചേസിങ് പവർ. ഇൻഫ്ലേഷണറി എക്കണോമി ആണെങ്കിൽ മണി റിസീവ്ഡ് ടുഡേ ഹാസ് മോർ പർച്ചേസിങ് പവർ ദാൻ മണി ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഇന്ന് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ അതേ പൈസ നമുക്കൊരു ഫ്യൂച്ചറിലാണ് കിട്ടുന്നതെങ്കിൽ അത്രയും സാധനങ്ങളോടെ വാങ്ങിക്കാൻ പറ്റില്ല. പർച്ചേസിങ് പവർ ഇന്ന് കിട്ടുന്ന പൈസയ്ക്കാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് പണത്തിന് ടൈം വാല്യൂ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. ഇന്ന് കിട്ടുന്ന ഓരോ രൂപയ്ക്കാണ് നാളെ കിട്ടാൻ പോകുന്ന
എമൗണ്ടിനേക്കാൾ വാല്യൂ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ് ടൈം വാല്യൂ എന്നുള്ളതും എന്തുകൊണ്ടാണ് ടൈം വാല്യൂ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്, അതിൻ്റെ റീസൺ ആണ് ചോദിച്ചത്. ഇനി അടുത്തത് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഈ ഒരു ടൈം വാല്യൂ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഒരു പ്രാധാന്യത്തിനെ കുറിച്ച് ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. 5 പോയിന്റിൽ പറയുന്നത് ഇറ്റ് മെഷേഴ്സ് വർത്ത് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു മൂല്യം അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിഫോർ ഇൻവെസ്റ്റിംഗ് ദ ഓർഗനൈസേഷൻ ഷുഡ് അസസ് ദ വർത്ത് ഓഫ് ഇൻവെസ്റ്റിംഗ്. നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം കിട്ടുന്നുള്ളതാണ് നോക്കുന്നത്. ആ ഒരു വർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് TVM. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ച് റിട്ടേൺ എന്ത് കിട്ടും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈം വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓൺലി ആഫ്റ്റർ അസസിങ് ദ വർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തിരിച്ച് കിട്ടും എന്നുള്ള ആ വർത്ത് ഞാൻ അസസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വെദർ ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ഓർ നോട്ട് ക്യാൻ ബി ടേക്കൺ, ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പൈസയുടെ മൂല്യം നമ്മൾ കണക്കാക്കുന്ന, ഇപ്പം ഞാൻ 1 ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ എനിക്ക് 1 ഇയർ കഴിയുമ്പം അത് 1.5 ലക്ഷമായി കിട്ടുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടൈം വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയണത് ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഫിനാൻസിങ് ഡെസിഷൻസ്. ഫിനാൻസിങ് ഡെസിഷനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം വാല്യൂ ആവശ്യമാണ്. ഇൻ മേക്കിംഗ് ഫിനാൻസിങ് ഡെസിഷൻ ദ കമ്പനി മസ്റ്റ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. ദിസ് ഇൻവോൾവ്സ് കാൽക്കുലേഷൻ ഓഫ് ദി ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ്. കാരണം നമുക്ക് എവിടെന്നെങ്കിലും ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണോ അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പല സോഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുമ്പം ഓരോ സോഴ്സിലും നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ ക്രെഡിറ്റ് പോളിസീസ്. ഇനി ദ ക്രെഡിറ്റ് പോളിസി റെഫേഴ്സ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫോർ ക്രെഡിറ്റ് സെയിൽസ്. ഏതൊരു ബിസിനസ് സ്ഥാപനവും അവരുടെ പ്രൊഡക്റ്റുകളെ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ക്രെഡിറ്റിനായിരിക്കാം അല്ലെങ്കിൽ ക്യാഷ് സെയിൽസും ചെയ്യാറുണ്ട്. അത് ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ അവിടെ ആ കമ്പനിക്ക് ചില ക്രെഡിറ്റ് പോളിസികൾ ഉണ്ടായിരിക്കും. കമ്പനി ഹാസ് ടു ഫോർമുലേറ്റ് എ സ്യൂട്ടബിൾ ക്രെഡിറ്റ് പോളിസി. ഓരോ കമ്പനിക്കും അനുയോജ്യമായിട്ടുള്ള, കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കടമായി കൊടുക്കുമ്പോൾ നമുക്ക് അയാളിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ആ ഒരു സമയം നമുക്കിവിടെ റൺ ചെയ്യാനുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടാവണം. പൈസ പെട്ടെന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ അവർക്ക് സമയം കൊടുക്കും തോറും നമുക്കിവിടെ പൈസ ഷോർട്ടേജ് ആയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും ഇല്ലാത്ത രീതിയിൽ വേണം നല്ലൊരു ക്രെഡിറ്റ് പോളിസി നമ്മൾ തീരെ കുറവ് സമയം കുറവ് കൊടുക്കരുത് എന്നല്ല, പക്ഷെ ഒരുപാട് അധികവും കൊടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഒരു ക്രെഡിറ്റ് പോളിസി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈം വാല്യൂ ഓഫ് മണി ഈസ് യൂസ്ഫുൾ ഫോർ ഫോർമുലേറ്റിംഗ് സ്യൂട്ടബിൾ ക്രെഡിറ്റ് പോളിസീസ്. ഒരു നല്ല രീതിയിലൊരു ക്രെഡിറ്റ് പോളിസി ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ടൈം വാല്യൂ ആവശ്യമാണ്. നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ട് ഹെൽപ്സ് ടു ഡിറ്റർമിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റിൽ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. ദിസ് ഈസ് ബിക്കോസ് ദ റിട്ടേൺസ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആർ അൺസർട്ടൺ. എന്തുകൊണ്ടാണ് റിസ്ക് ഉണ്ട് പറയാൻ കാരണം, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ എപ്പോഴും അൺസർട്ടൺ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഹവർ ദ കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ക്യാൻ അസസ് ദ മാഗ്നിറ്റ്യൂഡ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻവോൾവ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വാല്യൂ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അസസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്രത്തോളം റിസ്ക് വരും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുമ്പം അത് എന്തോരം അൺസർട്ടനിറ്റി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, റിസ്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും എന്നൊക്കെ അസസ് ചെയ്യുന്നതൊക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ടൈം വാല്യൂ ഓഫ് മണീനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്. അതേപോലെ തന്നെ ഈ TVM നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വലിനും ഓർഗനൈസേഷനൊക്കെ കൃത്യമായിട്ട് അവരുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനും അവരുടെ കടബാധ്യതകളെ മാനേജ് ചെയ്യാനും ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയിന്റിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേൽ 2 ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. ഒന്ന് ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നുള്ളതും അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ
ടൈം വാല്യൂവിന് ഇത്രയും പ്രിഫറൻസ് കൊടുക്കുന്നത്? അതിൻ്റെ റീസൺ ആണ് പറഞ്ഞത്. അവിടെ പ്രധാനമായിട്ടും 4 പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടൈം വാല്യൂ ഓഫ് മണിയുടെ നീഡ്, ആവശ്യകത, പ്രാധാന്യം, അതെന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 2 പോയിന്റാണ് ടൈം വാല്യൂവിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ടൈം വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ടെക്നിക്കുകൾ വരുന്നുണ്ട്. ആ ടെക്നിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലംസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ 2 പോയിന്റുകൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്